ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാകർമ്മമാണ് ഹജ്ജ്. ഇപ്പോൾ ഏറെക്കുറെ അതിൻ്റെ സമയമാണ്. എല്ലാവരും അതിനെക്കുറിച്ചുള്ള ആലോചനകളും ശ്രദ്ധയിലുമാണ്. പൊതുവിൽ എന്താണ് ഈ ഹജ്ജിൻ്റെ പ്രാധാന്യം എന്ന്, പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഹാജിമാരെ കൊണ്ടുപോകുന്ന ആളാണ് താങ്കൾ. അതുപോലെ തന്നെ മിനായിലും അടുത്ത കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ ആ നിലക്ക് എങ്ങനെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിനോട് ഹജ്ജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാത്തുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ ഇലാ യൗമിൽ വഫ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ ഷമീൽ സാഹിബ്, അതുപോലെ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ എപ്പോഴും വർഷിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും അവൻ നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഹജ്ജ് എന്ന് പറയുന്നത് താങ്കൾ ചോദിച്ചതുപോലെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട 5 കർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, സ്തംഭങ്ങളിൽ 5ാമത്തെ കർമ്മമാണ്. ഹജ്ജിനെ സംബന്ധിച്ച് സാധാരണ പറയാറുള്ളത് അത് ഒരു ജാമിഉൽ ഇബാദാത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മറ്റെല്ലാ കർമ്മങ്ങളുടെയും, നമസ്കാരം എന്ന കർമ്മം, അതിൻ്റെ മുന്നേ ആയി ഷഹാദത്ത്, അതുപോലെ നമ്മുടെ നോമ്പ്, അതുപോലെ സക്കാത്ത്, ഈ കർമ്മങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ നേടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിൻ്റെ സമർപ്പണവും അതിൻ്റെ പ്രഖ്യാപനവുമാണ് നമ്മുടെ കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോഴും ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും അതുപ്രകാരം എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു എന്നതുമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. നമസ്കാരത്തിലൂടെ ഒരാൾ ചെയ്യുന്നതും അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദിക്റാണ് നമസ്കാരം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുമാണ്. ഹജ്ജിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് 2 ഹറമുകളിലുള്ള 1,00,000-ലേറെ പ്രതിഫലം കിട്ടുന്ന അവിടങ്ങളിൽ നമസ്കരിച്ചാൽ ഒക്കെയുള്ള നമസ്കാരം ഒരു പ്രധാന ഘടകമാണ് ഹജ്ജിൽ. അത് ഇനി മിനയിലായിരുന്നാലും അറഫയിലായിരുന്നാലും ആ നമസ്കാരം എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ ഹലാലായ പണത്തെ ചെലവഴിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി നേടുക എന്നതാണല്ലോ അതിൻ്റെ ആശയം. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 5 ലക്ഷം രൂപ, ഇനി പ്രൈവറ്റിലാണെങ്കിൽ അതിൽ കൂടുതൽ അയാൾ ചെലവാക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ലോകത്തുനിന്ന് ഏകദേശം 25 ലക്ഷം ഹാജിമാർ വരുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്താൽ ഒരു വർഷം ഈ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ കണക്കിൽ നമുക്ക് അക്കങ്ങൾ കൊണ്ട് കൊള്ളിക്കാൻ കഴിയാത്തത്ര ചെലവുകൾ ഓരോ വിശ്വാസിയും അള്ളാഹുവിൻ്റെ ഈ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. പിന്നെ നോമ്പെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ത്യാഗമാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ, അതുപോലെ ദാഹം ഒക്കെ സഹിച്ചുകൊണ്ടാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ കർമ്മങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും യാത്രയിൽ, താമസത്തിലൊക്കെ അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ, നമ്മൾ വീട്ടിലായിരിക്കും കിട്ടുന്ന ഭക്ഷണമോ, കുറേ സമയം ഭക്ഷണം കിട്ടാതെ ചിലപ്പം ബസ്സിലായിരിക്കും, ഒക്കെ ആ ഒരു ത്യാഗമാണ്. പിന്നെ അതോടൊപ്പം തന്നെ മോശമായ പ്രവൃത്തിയോ സംസാരമോ ഒന്നും നോമ്പിൽ പാടില്ല. ഈ ഹജ്ജിലും അങ്ങനെ തന്നെ തെറ്റായ എല്ലാ വാക്കുകളിൽ നിന്നും നോക്കുകളിൽ നിന്നും ഒരു ഹാജി മാറി നിൽക്കുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ 5 പ്രധാനപ്പെട്ട സ്തംഭങ്ങളിലെ ആദ്യത്തെ 4 സ്തംഭങ്ങളുടെയും ആ കർമ്മങ്ങൾ കൂടി ഉൾച്ചേരുന്ന ഒരു കർമ്മമായതുകൊണ്ടാണ് ഹജ്ജിനെ ജാമിഉൽ ഇബാദാത്ത് എന്ന് പറയുന്ന ഒരു വശം വരുന്നത്. ഇനി വേറൊരർത്ഥത്തിൽ ഹജ്ജിനെ വായിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ ഒരു വിശ്വാസിയെ പഠിപ്പിക്കുന്ന കർമ്മം കൂടിയാണ് ഹജ്ജ്. ഉദാഹരണത്തിന്, ഏതൊരു മനുഷ്യനും ജനിച്ചാൽ മരിച്ചാൽ ഏതൊരു മനുഷ്യനെയും കഫൻ പുടവയിൽ പൊതിയും. ആ കഫൻ പുടവക്ക് തുന്നില്ല. പക്ഷെ കഫൻ പുടവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മേൽ വേറെ ആരെങ്കിലും എടുത്ത് പൊതിയുന്നതായിരിക്കും ആ കഫൻ പുടവ. എന്നാൽ ഒരു ഹാജി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തുന്നില്ലാത്ത 2 തുണിക്കഷ്ണങ്ങൾ, ഒന്ന് അയാൾ ഉടുക്കുന്നു, ഒന്ന് അയാൾ പുതയ്ക്കുന്നു.
അത് അയാൾ സ്വന്തം ചെയ്യുകയാണ്, ഈ കർമ്മത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യാം. അഥവാ എൻ്റെ ജീവിതം ഈ ദുനിയാവിൽ വളരെ നശ്വരമാണെന്നും എനിക്കൊരു മറുലോകത്തേക്ക് പോകാനുണ്ട് എന്ന ഒരു മരണചിന്ത ഒരു ഹാജിയിൽ ഉണ്ടാക്കുന്നു എന്നതാണ് ഈ ഹജ്ജ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. ജീവിതത്തിൻ്റെ നശ്വരത മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു കഫൻ പുടവയിലൂടെ എന്നതാണ് ഒരു വശം. ഇനി മറുവശത്ത് ഈ കർമ്മങ്ങളിൽ അയാൾ മുന്നോട്ട് പോയാൽ അയാൾ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മിനയാണ്. അത് ദുൽഹജ്ജ് 8 അവിടെ ഉണ്ടാകും. പിന്നെ ദുൽഹജ്ജ് 10 അന്ന് രാത്രി തൊട്ട് അയ്യാമത്തെ ശരീക്കിൻ്റെ 3 ദിവസങ്ങളിലും മിനായിലാണ് അയാളുടെ താമസം. ഈ മിനായിലെ ടെൻ്റ് എന്ന് പറയുന്നത് അതൊരു ഖബർ പോലെയാണ്. ഏകദേശം ഒരു ചെറിയ സ്ഥലത്ത് 200ഓളം ഹാജിമാരെ ഒന്നിച്ച്, സ്ത്രീകളെ വേറെയും പുരുഷന്മാർ വേറെയും കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആ കിടക്കുന്നത് പോലും ഒരു മതിലിന് ചേർന്ന് നമ്മൾ തല വെക്കുകയാണെങ്കിൽ അയാളുടെ കാലിപ്പുറത്തേക്ക് നീളുന്നു, മറ്റേയാൾ അപ്പുറത്തുനിന്ന് തല വെച്ചാൽ ഇങ്ങോട്ട് ഈ 2 കാലുകളും കൂട്ടി മുട്ടുന്ന തരത്തിൽ. ഇനി അതിൻ്റെ ഇടയിലൂടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ പോലും ചെറിയൊരു കോസടി ഇട്ട് കൊടുത്ത് ഹാജിമാരെ കിടത്തിയാലേ എല്ലാ ഹാജിയെയും മിനായിൽ കിടത്താൻ കഴിയുള്ളൂ. സൗദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹാജിമാരുടെ വർധനവ് വന്നപ്പോൾ മിനയിൽ കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് കൂടി കുറച്ച് സ്ഥലം എടുത്തിട്ട് അതിന് ന്യൂ മിന എന്ന് പേരിട്ടിട്ട് അവിടെയാണ് ഹാജിമാരെ മിനയിൽ താമസിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അവിടെയുള്ള കിടത്തം എന്ന് പറയുന്നത് ഒരു ഖബറിലെ കിടത്തമാണ്. അപ്പം നേരത്തെ അയാൾ കഫൻ പുടവ പുതച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് കിടക്കുമ്പോൾ അയാൾ ഖബറിൽ കിടക്കുകയാണ്. ഒരു ഹജ്ജ് മനുഷ്യൻ്റെ ഖബറിലെ കിടത്തത്തെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദുൽഹജ്ജ് 9 അന്ന് അയാൾ പോകുന്നത് അറഫയിലാണ്. അറഫ എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഹജ്ജു അറഫ എന്നാണല്ലോ, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ അയാൾ എത്തുന്ന സമയത്ത് ഒരു മഹ്ശറ മൈതാനം തന്നെയാണ്. അറഫയിൽ വെച്ച് അയാളുടെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ മരണമുണ്ട്, ഖബറിലെ കിടത്തമുണ്ട്, അവിടെ നിന്നുള്ള ഒരു പുനർജീവിതമുണ്ട്. ഹാജി ഒരു പുതിയ മനുഷ്യനായി പുനർജനിക്കുന്നു ഈ കർമ്മങ്ങളിലൂടെ. അതാണ് ഹജ്ജിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു വശം ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രാധാന്യം ഖുർആനിലൂടെ എങ്ങനെയാണെന്ന് നോക്കിയാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. മനുഷ്യന്മാരുടെ മേൽ അള്ളാഹു ഈ പരിശുദ്ധ ഭവനത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുക എന്ന കാര്യം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തു ഹജ്ജിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅ വതഹിർ ബൈത്തിയ ലിത്വാഇഫീന വൽ ആഖിഫീന വറുക്കഇ സുജൂദ് എന്ന് തുടങ്ങുന്ന വിശദമായ ഒരു ഭാഗമുണ്ട്. അവിടെ ഹജ്ജിന്റെ പ്രാധാന്യത്തെയാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കാബ എവിടെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് നാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ്. ഇവിടെയായിരുന്നു നേരത്തെ കാബ ഉണ്ടായിരുന്നത്. ഇബ്രാഹിമെ അലൈഹിമുസ്സലാം, താങ്കൾ അവിടെ തന്നെ കാബയുടെ പുനർനിർമ്മാണം നടത്തുക, എന്നിട്ട് അതിനെ തവാഫിനും സഅയിനും സുജൂദിനും റുക്കൂഇനും വേണ്ടി വരുന്നവർക്ക് ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിച്ചു വെക്കുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്നിട്ട് ഖുർആൻ പറയാണ്, ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ഇങ്ങോട്ട് വിളിക്കൂ. അവർ കാൽനടയായി അല്ലെങ്കിൽ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറി, അതൊക്കെ ഉണ്ട്. ഒരുപാട് ത്യാഗം ചെയ്തിട്ടേ അവിടെ എത്തുള്ളൂ മനുഷ്യന്മാർ. അതുകൊണ്ടാണ് ഒട്ടകത്തെ അങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് വരാൻ വേണ്ടി പറയുകയും അങ്ങനെ ജീവിതത്തെ വിശുദ്ധിവൽക്കരിക്കാനുള്ള ആ ഒരു ആഹ്വാനം ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ഹജ്ജിന് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അള്ളാഹു വിളിച്ച ആ വിളിക്ക് ഉത്തരം നൽകി തൗഹീദിന്റെ കേന്ദ്രത്തിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചത് എന്നവർ പറയുന്നുണ്ട്, ആ ഹാജിമാർ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ക്ഷണപ്രകാരമാണ്. ഇനി ഹദീസിലേക്ക് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു ഹജ്ജിന്റെ പ്രാധാന്യത്തെ പറ്റി. ഇസ്ലാമിലെ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രവാചകനിലുള്ള വിശ്വാസവും അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. ഈമാനും ബില്ലാഹി വ റസൂലിഹി. രണ്ടാമത് ചോദിച്ചു സുമ്മ അയ്യൻ, പിന്നെ ഏതാണ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമര പോരാട്ടങ്ങളിൽ ത്യാഗനിർഭരമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്രൂർ, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം എന്ന് പറയുന്നത് മബ്രൂറായ ഹജ്ജ് ഒരാൾ നിർവഹിക്കുക എന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രേഷ്ഠകരം എന്ന് പറയുന്ന ഈ ഹദീസിൽ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഹജ്ജിനെയാണ്. സ്ത്രീകളുടെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ജിഹാദ് എന്ന് പറയുന്നത് എന്ന് മുകളിൽ പറഞ്ഞ ഈ ഹദീസിൽ ഉൾപ്പെടെ കാണുന്നത് കൊണ്ട് കൂടിയായിരിക്കും അവർ ചോദിച്ചത്. ഞങ്ങളും ജിഹാദിൽ ഇറങ്ങി പടപൊരുതേണ്ടതുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ജിഹാദ് എന്ന് പറയുന്നത്
ഈ ഹജ്ജ് നിർവഹിക്കുക, ഹജ്ജും ഉംറയും നിർവഹിക്കുക. കാരണം അത്രയും ത്യാഗപൂർണ്ണമേ അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകാൻ പറഞ്ഞാൽ ഒരു ജിഹാദായ കർമ്മം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമ വൽ ഹജ്ജുൽ മബ്രൂർ. ആ ഹദീസിന്റെ തുടർച്ചയാണ് വൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ ഒരാൾ ചെയ്യുന്ന ഒരു ഉംറ അടുത്തൊരു ഉംറ അയാൾ ചെയ്യുന്ന ഒരു 5 വർഷത്തിന് ശേഷമാണ് എന്ന് നമ്മൾ ഉദാഹരണത്തിന് വെക്കുക. അതിൻ്റെ ഇടയിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണെന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മബ്രൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല. അപ്പോൾ മബ്രൂറായ ഒരു ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാൾക്ക് സ്വർഗം ലഭ്യമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെയും മനുഷ്യർ ഹജ്ജ് നിർവഹിക്കണം എന്ന കാര്യം ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം ജീവിതത്തിന് ഈ അടിസ്ഥാനങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കർമ്മം എന്ന അർത്ഥത്തിൽ ആ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഹജ്ജ് ഒരു സംഭവമായി ഇസ്ലാമിൽ മാറിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരും അവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ പോയ ആൾക്ക് പിന്നെയും പോകണം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാന്തം പോലെ വിശ്വാസിയെ ഹജ്ജിൻ്റെ മണ്ണ് പിടിച്ചു വലിക്കും എന്നതുകൊണ്ടാണ്. ഈ ഹജ്ജിനെ ഇത് നിങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ ആദ്യം പറഞ്ഞത് ജാമിയുൽ ഹിബാദ് എന്ന് പറഞ്ഞു, അത് വളരെയധികം പറഞ്ഞ പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. ആ അർത്ഥത്തിൽ കൂടി പ്രാധാന്യമുള്ള, നമ്മൾ ഒരാളൊരു മുഅ്മിനായ ഒരാൾ കണ്ട് പരിചയിച്ചു വന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്നതാണ്. അതോടുകൂടിയാണ് കൂടുതലായിട്ട് അയാൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അനുഭവം അതുകൊണ്ട് ഉണ്ടാവും എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെ? എങ്ങനെയാണ് ഈ ഹജ്ജ് കഴിഞ്ഞു വന്ന ആളുകളൊക്കെ കാണുമ്പോൾ ആ അർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ അനുഭവം? അതുകൂടി അതിൽ ചേർത്ത് പറഞ്ഞാൽ നന്നായി. ഓക്കെ. ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളുടെയും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനിൽ തഖ്വയുടെ വർധന ഉണ്ടാവുക എന്നതാണ്. അത് ഓരോ കർമ്മത്തെ പറ്റി പറയുമ്പോൾ നമസ്കരിക്കുന്ന ഒരാൾ അവരുടെ തഖ്വയുടെ വർധന, ദൈവഭക്തിയുടെ. തഖ്വ എന്നതിന് സാധാരണ അറബിയിലെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹിഹി എന്നാണ്. അള്ളാഹു എന്തെല്ലാം ഖുർആനിലെയും അള്ളാഹുവിൻ്റെ പ്രവാചകനും എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നതാണ് തഖ്വ എന്ന് പറയുന്ന കർമ്മം. അല്ലാതെ ഒരാളുടെ ഹാവഭാവങ്ങളോ വസ്ത്രങ്ങളോ ഒന്നുമല്ല. ദൈവം അള്ളാഹു പഠിപ്പിച്ചതുപോലെ ജീവിക്കുക. ഇതാണ് ഒരാൾക്ക് ഇബാദത്തുകളിൽ നിന്ന് കിട്ടേണ്ടത്. നിസ്കാരം മനുഷ്യനെ ആ രൂപത്തിൽ ശുദ്ധീകരിക്കുകയും അങ്ങനെ ആ ഒരു ട്രാക്കിലേക്കും ചാനലിലേക്കും തിരിച്ചു വിടുകയും ചെയ്യുമെന്നതാണ്. നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അതെന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്, മുമ്പുള്ള തലമുറക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങളിൽ തഖ്വ ദൈവഭക്തി എന്ന ഗുണം ഉണ്ടാവാനാണ്. ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോഴും ബലി അതിലൊരു പ്രധാനപ്പെട്ട കർമ്മമാണ്. ആ ബലിയെപ്പറ്റി ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ബലിയിറക്കുന്ന ഒരു മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിന് ആവശ്യമില്ല, അത് ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു സന്നദ്ധയും സമർപ്പണം, ല യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അതാണ് നോക്കുന്നത്. ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞ സമയത്തും പറഞ്ഞു നിങ്ങൾ ഹജ്ജിനുള്ള എല്ലാ പാതയങ്ങളും ഒരുക്കണം. വതസവ്വദു ഫഇന്ന ഖൈറ സാദി, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഈ യാത്രാ പാതേയമായി നിങ്ങളിൽ ഉണ്ടാവേണ്ടത്, പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വർദ്ധിക്കേണ്ടതും തഖ്വ എന്ന ഗുണമാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ ഒരു മുത്തഖിയായി ഒരു ഹാജി തിരിച്ചു വരുന്നു എന്നതാണ്. അത് ജീവിതത്തിൽ നിലനിർത്തും എന്നൊരു പ്രതിജ്ഞയാണ് അയാൾ അവിടെ വെച്ച് പുതുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവസാന ഭാഗത്തുള്ളതുപോലെ ഒരു ഹാജി, നമ്മളിപ്പോൾ മറ്റെല്ലാ ഇബാദത്തുകളും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റൂഹ് ജീവിതത്തിൽ നിലനിർത്തണം. അത് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. ആ ഒരു കുറവ് കാണുന്നത് പോലെ തിരിച്ചു വരുന്നവരിലും ആദ്യത്തിലൊക്കെ ഈ ഒരു ഇത് കാണും. പിന്നെ പഴയതിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നാലും ഭൂരിപക്ഷം ഹാജിമാരും അവർക്ക് അവിടുന്ന് കിട്ടിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ അനുഭവവും അങ്ങനെ തന്നെയാണ്.